everyone, welcome back to Xylem Learning. അക്ഷയ് സാർ ആണേ. സോ മക്കൾ തമ്പനയിൽ കണ്ടതുപോലെ ഇനി നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. പ്ലാന്റ് ടിഷ്യൂസുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടന്റ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലാന്റ് ടിഷ്യൂസിൽ നമുക്കൊരു പ്രശ്നമായി വരില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനൊക്കെ പറ്റും. തീർച്ചയായിട്ടും പരീക്ഷയിൽ മികച്ച മാർക്കും നേടാൻ സാധിക്കും. പ്ലാന്റ് ടിഷ്യൂസ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ടാക്കില്ല. അപ്പം നമുക്കറിയാം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് അല്ലേ, നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ബയോളജിയിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്ററാണ് ടിഷ്യൂസ്. അപ്പോൾ ടിഷ്യൂസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറയും. നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങൾ ചിലപ്പോൾ പരീക്ഷകളൊക്കെ എഴുതിയിട്ടാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പ്ലാന്റ് ടിഷ്യൂസ് വളരെയധികം എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നൊരു ഭാഗം തന്നെയാണ് പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ടിഷ്യൂസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. അതായത് നമുക്ക് വെറുതെ ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ പോരാ. നമുക്കറിയാം നമ്മുടെ ബോഡി ആയാലും പ്ലാന്റിൻ്റെ ബോഡി ആയാലും അവിടെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സെല്ലുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ചില സെല്ലുകൾക്കെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ളൊരു ഫങ്ഷൻ ഉണ്ടാവും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന സെല്ലുകൾ അവർക്ക് കോമൺ ഒറിജിനും ഉണ്ടാവും. അപ്പോൾ കോമൺ ഒറിജിനും അതുപോലെ തന്നെ കോമൺ ഫങ്ഷനുമുള്ള ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ബോഡിയിലുള്ള സെല്ലുകളെല്ലാം തന്നെ ഓരോന്നും ഓരോ ടൈപ്പാണ്. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോന്നോ ഫങ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരേ ഫങ്ഷനുള്ള ആളുകൾ എന്ത് ചെയ്യും, ഗ്രൂപ്പായി മാറും. അങ്ങനെ ഗ്രൂപ്പായി മാറുമ്പോൾ ആ ഫങ്ഷൻ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എഫിഷ്യൻസി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂ അല്ലെങ്കിൽ ആ ഒരു സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എനിവേ ഡിഫറൻസിയേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. പ്ലാന്റ് ടിഷ്യൂസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പ്ലാന്റ് ടിഷ്യൂസ് ബേസിക്കലി രണ്ട് തരത്തിലാണുള്ളത്. ഒരു ചെടി അല്ലെങ്കിൽ ഒരു സസ്യം, ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് തരത്തിലുള്ള ടിഷ്യൂസാണ് നമുക്ക് കാണാൻ പറ്റുക. പ്രധാനമായും നോക്കിക്കോളൂ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും അതുപോലെ തന്നെ പെർമനൻറ്റ് ടിഷ്യൂവാണ് കാണാൻ പറ്റുക. ഇത് ഓക്കെ അല്ലേ? രണ്ട് തരത്തിലുള്ള ടിഷ്യൂസാണ് പ്ലാന്റ്സിൽ കാണുന്നത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂസ്. റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും പഠിക്കാനുണ്ട്. ഇനി മക്കളൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ പെർമനൻറ്റ് ടിഷ്യൂ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അവിടെ നിൽക്കട്ടെ, പെർമനൻറ്റ് ടിഷ്യൂ വീണ്ടും രണ്ടാക്കി നമുക്ക് തരംതിരിക്കാം. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ കാണാം. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ. അപ്പോൾ ഈ പെർമനൻറ്റ് ടിഷ്യൂയെ നമ്മൾ സിമ്പിൾ എന്നും കോംപ്ലക്സ് എന്നും വിളിക്കുന്നത് അതിൽ എത്ര തരം സെല്ലുകൾ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഇപ്പോൾ ഒരേ ടൈപ്പ് സെല്ല് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പെർമനൻ്റ് ആണ്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ആ പെർമനൻറ്റ് ടിഷ്യൂ വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് സെൽ ഓർ വൺ ടൈപ്പ് ഓഫ് സെൽ. ഒരു ടൈപ്പ് ഓഫ് സെല്ല് മാത്രം കൊണ്ട് നിർമ്മിതമാണെങ്കിൽ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂവും, ഇനി ഒന്നിലധികം സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടിഷ്യൂ ആണെങ്കിൽ അത് കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ആണ്. അപ്പോൾ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂവിൽ വരുന്ന ആൾക്കാർ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഓർത്തുവെച്ചോളൂ, ഏതൊക്കെയാണ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ? പാരൻകൈമ, കോളൻകൈമ, എയ്റൻകൈമ. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഇത്രയുമാണ് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ. ഇനി കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂയിലേക്ക് വരുമ്പോൾ വാസ്കുലാർ ബണ്ടിൽസ്, വാസ്കുലാർ ടിഷ്യൂസായ സൈലവും ഫ്ലോയവുമാണ് അവിടെ വരുന്നത്. കൃത്യമായി പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചു പെർമനൻറ്റ് ടിഷ്യൂ, സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂവും കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂവിൽ വരുന്നതാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂവിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാ? സൈലവും ഫ്ലോയവുമാണ്. അങ്ങനെയാണെങ്കിൽ പെർമനൻറ്റ് ടിഷ്യൂയുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ പെർമനൻറ്റ് ടിഷ്യൂ പോലെ തന്നെ പ്ലാന്റിൽ കാണുന്ന മറ്റൊരു ടിഷ്യൂ ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താ? നമുക്കറിയാം, ചെടികൾക്ക് വളർച്ചയുണ്ട് തീർച്ചയായിട്ടും. പ്ലാന്റ്സ് യൂസ്ഡ് ടു ഗ്രോ, ബട്ട് പ്ലാന്റിൻ്റെ കേസിൽ ഗ്രോത്ത് ഈസ് ഹാപ്പനിങ് ഇൻ എ സ്പെസിഫിക് റീജിയൻസ് ഓൺലി. പ്ലാന്റിൻ്റെ ചില ഭാഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. സോ അങ്ങനെ പ്ലാന്റിന് ഗ്രോത്ത്
അല്ലെങ്കിൽ വളർച്ച സംഭവിക്കാൻ സഹായിക്കുന്ന സെല്ലുകളെ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ എന്നാണ് പറയുക. ഈ മെരിസ്റ്റമാറ്റിക് സെല്ലുകളുടെ ആ ഗ്രൂപ്പിനെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് പറയാം, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇസ് ദ ടിഷ്യൂ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്സ്. ചെടികളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു, അതും ഇൻ സ്പെസിഫിക് റീജിയൻസ്, ചില പ്രത്യേക ഭാഗങ്ങളിൽ. അപ്പം അങ്ങനെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചെടികളിൽ എവിടെയൊക്കെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ടോ അവിടെയൊക്കെ ചെടികൾക്ക് എന്തുണ്ട്, വളർച്ചയുണ്ട്. വളർച്ച എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, സെല്ല് ഡിവിഷൻ ആണ്. യഥാർത്ഥത്തിൽ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അവിടുത്തെ സെല്ലുകൾ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെല്ലുകളായിരിക്കും. സോ സെൽസ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. അതുകൊണ്ട് തന്നെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ ഡിവൈഡിങ് ടിഷ്യൂ ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത്. അവർക്ക് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഹാസ് ഗോട്ട് ദ എബിലിറ്റി ടു ഡിവൈഡ് കണ്ടിന്യൂസ്ലി ആൻഡ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് ബോഡി ഓർ പ്ലാന്റ് പാർട്ട്. അപ്പോൾ പ്ലാന്റിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ടിഷ്യൂ ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് മെരിസ്റ്റമിക സെല്ലുകൾ കൊണ്ടാണ്. മെരിസ്റ്റമാറ്റിക് സെല്ല്, ഒരു മെരിസ്റ്റമാറ്റിക് സെല്ല് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ മെരിസ്റ്റമാറ്റിക് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് കാണിച്ചിട്ടുണ്ട്, ഡെൻസ് സൈറ്റോപ്ലാസം. അതിനകത്ത് നിറയെ എന്ത് കാണാൻ പറ്റും? നമുക്ക് സൈറ്റോപ്ലാസം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അനുഭവപ്പെടും. പിന്നെ നല്ല വ്യക്തതയുള്ള ഒരു ന്യൂക്ലിയസ് കാണാം, പ്രോമിനന്റ് ന്യൂക്ലിയസ്. നമ്മുടെ സാധാരണ പ്ലാന്റ് സെല്ലിൽ കാണുന്നത് പോലെ വാക്യൂള് നമുക്ക് ഒരിക്കലും ഇവിടെ കാണാൻ പറ്റില്ല. മെരിസ്റ്റമാറ്റിക് സെല്ലിൽ വാക്യൂൾ ഇല്ല, ലാക്ക് ഓഫ് വാക്യൂൾ. അതുകൊണ്ട് നമുക്കറിയാം, മെരിസ്റ്റമാറ്റിക് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറേജ് ഓഫ് പ്ലാന്റ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യുന്നില്ലല്ലോ. വാക്യൂൾ എന്തിനാ? സ്റ്റോർ ചെയ്യാനാ. ചില പ്ലാന്റ് സാപ്പ് അല്ലെങ്കിൽ പ്ലാന്റിന്റെ പല മെറ്റീരിയൽസിനെയും സ്റ്റോർ ചെയ്യുന്ന ആളാണ് വാക്യൂൾ. ദി മെരിസ്റ്റമാറ്റിക് സെൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിവിഷൻ ഓൺലി, growth only. So no need of vacuole. So lack of vacuole is another characteristic feature of meristematic cell. Then the cells of meristematic tissue are very active. Very active എന്ന് പറഞ്ഞാൽ they are dividing cells. They are continuously dividing cells and the division leads to the growth of the plant part. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ സെൽ വാളിലേക്ക് വരുമ്പോൾ വളരെ നേർത്ത സെൽ വാൾ, തിൻ സെൽ വാൾ, ആൻഡ് ദ സെൽ വാൾ ഈസ് മെയ്ഡ് ഓഫ് സെല്ലുലോസ്. സോ തിൻ സെല്ലുലോസിക് സെൽ വാൾ അല്ലെങ്കിൽ സെല്ലുലോസ് സെൽ വാൾ ആണ് മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ പ്രത്യേകത. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ബേസ്ഡ് ഓൺ ദെയർ ലൊക്കേഷൻ, ഈ ടിഷ്യൂ എവിടെയാണ് കാണുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. 3 ആക്കി നമുക്ക് തിരിക്കാം. അതിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഏപ്പിക്കൽ മെരിസ്റ്റം, രണ്ടാമത്തത് ലാറ്ററൽ മെരിസ്റ്റം, മൂന്നാമത്തത് ഇന്റർ കാലറി മെരിസ്റ്റം. ഓക്കെ, ഏതൊക്കെ മെരിസ്റ്റമാണുള്ളത്? എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം. അലി എന്ന് ആലോചിച്ചാൽ മതി, അലി, ALI. എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇന്റർ കാലറി മെരിസ്റ്റം. ഇതിങ്ങനെ 3 മെരിസ്റ്റമാണ് നമുക്കുള്ളത്, നമുക്ക് പ്ലാന്റ്സിനുള്ളത്. അതിൽ ഈ 3 മെരിസ്റ്റത്തിൻ്റെ ലൊക്കേഷൻസും അതിൻ്റെ ഫങ്ഷൻസും പറയുന്ന ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിച്ചോ. ഇതിൽ ആദ്യം എപ്പിക്കൽ മെരിസ്റ്റത്തിലേക്ക് വരുമ്പോൾ, എപ്പിക്കൽ മെരിസ്റ്റം അത് കാണുന്നത് നമ്മുടെ വേരിൻ്റെയും ഷൂട്ടിൻ്റെയും അറ്റത്താണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ടിപ്പ് ഓഫ് റൂട്ട് ആൻഡ് ഷൂട്ട് ഓഫ് ദ പ്ലാന്റ്.
വേരിൻ്റെ അറ്റത്ത് സ്റ്റെമ്മിൻ്റെ അറ്റത്തൊക്കെ കാണും. സോ അറ്റത്തുള്ളത് കൊണ്ട് തന്നെ അവിടെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെടികൾക്ക് ലെങ്ത് കൂടും. അതായത് ഇത് റൂട്ടാന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റൂട്ടിൻ്റെ അറ്റത്തുള്ള എപ്പിക്കൽ മെരിസ്റ്റം ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഇതിന് ഇലോങ്ങേഷൻ സംഭവിക്കും. സോ അതാണ് ഇവിടെ പറയുന്നതും റെസ്പോൺസിബിൾ ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ഷൂട്ട് ആൻഡ് റൂട്ട് ഓഫ് ദ പ്ലാന്റ്സ്. നീളം വെക്കുക. ദെൻ സെക്കൻഡ് മെരിസ്റ്റം ഇന്റർകാലറി മെരിസ്റ്റം. ഈ നമ്മുടെ മുളയുടെയൊക്കെ നോഡൽ ഇന്റർനോഡൽ റീജിയൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. ഇത് നോഡാണ്, ഈ കാണുന്ന നോഡാണ്. അതുപോലെ തന്നെ താഴെ നോഡ് ഉണ്ടാവും. ഇതിനിടയിലുള്ളതാണ് ഇന്റർനോഡ് അല്ലേ. ലീഫ് മുളച്ചു വരുന്ന ഭാഗം നോഡാണ്. ഒരു സ്റ്റെം എടുക്കാം, ലീഫ് മുളച്ചു വരുന്ന ഭാഗം നോഡാണ്. അതുപോലെ തന്നെ ഒരുപാട് ലീഫുകൾ ഉണ്ട്. അപ്പോൾ 2 ലീഫ് മുളച്ചു വരുന്ന 2 നോഡുകൾക്കിടയിലുള്ള സ്പേസ് ഇന്റർനോഡാണ്. അപ്പോൾ നമുക്ക് ഇന്റർകാലറി മെരിസ്റ്റം കാണല് നോഡ്സ് ആൻഡ് ഇന്റർനോഡ്സ് ഓഫ് സെർട്ടൻ പ്ലാന്റ്സ് ലൈക്ക് ബാംബു മുളച്ചെടി പോലുള്ള ചെടികളിൽ നോഡൽ ഇന്റർനോഡൽ റീജിയൻ. ഇപ്പം നോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയുന്നു, നോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെടി ഇവിടെ ഉണ്ടെങ്കിൽ, ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ഒരു പ്ലാന്റ് ഇവിടെ ഉണ്ട് കാണാമല്ലോ. ഇത് ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണെന്ന് വിചാരിക്കാം. ഇതൊരു ലീഫാണ്. ആ ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റ് നോഡാണ്, നോഡ് 1 എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ വേറെയും ലീഫ് ഉണ്ടാവും ഇവിടെ, വേറെയും ലീഫ്. ആ ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന പോയിന്റാണിത്, നോഡ് 2. അപ്പോൾ ഈ 2 നോഡിൻ്റെ ഇടയിലൊരു സ്പേസിൽ, 2 നോഡിൻ്റെ ഇടയിലുള്ള ആ ഒരു ഏരിയ, അതാണ് ഇന്റർനോഡ്. ഈ റീജിയൻസിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഇന്റർകാലറി മെരിസ്റ്റം. അത് നീളം വെക്കാനൊക്കെയാണ് സഹായിക്കുക. ഹെൽപ്സ് ഇൻ വെർട്ടിക്കൽ ഇലോങ്ങേഷൻ ഓഫ് ദ പ്ലാന്റ്. കുത്തനെയുള്ള നീളം വെക്കാനായിട്ട് സഹായിക്കുന്നു. ദെൻ കംസ് ലാറ്ററൽ മെരിസ്റ്റം. സൈഡ് വേസിൽ കാണുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ സൈഡിൽ. ലാറ്ററലി ഇൻ ദ സ്റ്റെം ആൻഡ് റൂട്ട്. റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും സൈഡ് വേസിലാണ് കാണാം. ഇത് ചെടികളുടെ ഗിർത്ത് അഥവാ വിഡ്ത്ത്, ചെടികൾക്കും ഈ സ്റ്റെമ്മിനും റൂട്ടിനൊക്കെ തടി വെക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ലാറ്ററൽ മെരിസ്റ്റം. പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ലാറ്ററൽ ഗ്രോത്ത്. ലാറ്ററൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ തടി വെക്കുക, സെക്കൻഡറി ഗ്രോത്ത് ആണ്. ഓക്കെ, ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് ദ പ്ലാന്റ്. ഈ സ്റ്റെമ്മിനും റൂട്ടിനൊക്കെ വീതി, തടി കൂടുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് ലാറ്ററൽ മെരിസ്റ്റം. ദെൻ മെരിസ്റ്റമാറ്റിക് സെല്ലിൻ്റെ അല്ലെങ്കിൽ ആ ടിഷ്യൂവിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾക്ക് അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന് ഒരു കാലം എത്തുമ്പോൾ അതിൻ്റെ ഡിവിഷൻ എബിലിറ്റി എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. ഡിവിഷൻ എബിലിറ്റി നഷ്ടപ്പെടും. ഒരു സമയം എത്തുമ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന് ഡിവൈഡിങ് എബിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ ഡിവൈഡിങ് എബിലിറ്റി നഷ്ടപ്പെട്ട ആ ടിഷ്യൂസ് ചില ഷേപ്പ് അഡാപ്റ്റഡ് ആവും. അതിൻ്റെ സൈസിൽ വ്യത്യാസം വരും, അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും. ചില ഫങ്ഷൻസ് അത് അഡാപ്റ്റ് ചെയ്യും. ചില ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് പെർമനൻറ്റ് ടിഷ്യൂ. അപ്പോൾ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആയിരുന്നു. ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന് അതിൻ്റെ ഡിവിഷൻ എബിലിറ്റി നഷ്ടപ്പെട്ട് അത് ചില സ്പെസിഫിക് ഷേപ്പും സൈസും ഒക്കെ അത് അഡാപ്റ്റ് ചെയ്യും. അത് ചില ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയാണ് അത് പെർമനൻ്റ് ആയി മാറുന്നത്. ആ ഫങ്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, ആ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് റെഡിയാവുന്നു. അതിനെയാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയാം. സോ അവിടെ സെല്ലുകൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നു, ഗ്രോ ഇൻ സൈസ്, ഡെവലപ്പ് എ സ്പെസിഫിക് ഷേപ്പിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ സെല്ലുകൾക്ക് ഓർഗനൽസ് കൂടുതലായിട്ട് വരുന്നു. മെച്യൂർ ചെയ്യുന്ന സമയത്ത് മെരിസ്റ്റമാറ്റിക് സെല്ല് മെച്യൂർ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കുറേ ഓർഗനൽസ് ആഡ് ചെയ്യപ്പെടും. ദെൻ ദേ വിൽ ടേക്സ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ചില ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി അവർ അഡാപ്റ്റഡ് ആവും. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിഫറൻഷിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഡിഫറൻഷിയേഷൻ, അപ്പോൾ നമുക്ക് സിമ്പിളി നമുക്ക് പറയാം, ഇതുപോലെ നമുക്ക് പറയാം. അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന് എന്ത് സംഭവിച്ചു? ഡിഫറൻഷിയേഷൻ സംഭവിച്ചു. അങ്ങനെ അത് എന്തായി മാറി? അങ്ങനെ അത് പെർമനന്റ് ടിഷ്യൂ ആയിട്ട് മാറി. മനസ്സിലായോ? അങ്ങനെ അത് പെർമനന്റ് ടിഷ്യൂ ആയിട്ട് മാറി. ഡിഫറൻഷിയേഷൻ സംഭവിച്ചു, പെർമനന്റ് ടിഷ്യൂ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി പെർമനന്റ് ടിഷ്യൂ 2 തരത്തിലുണ്ട് നമ്മൾ പറഞ്ഞു.
സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂവിൽ വരുന്നതാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവിൽ വരുന്ന ആൾ നമുക്കറിയാം അത് വാസ്കുലർ ടിഷ്യൂസ് അല്ല, വാസ്കുലർ ബണ്ടിൽസ് ആണ്. സൈലവും ഫ്ലോയവുമാണ്. സൈലവും ഫ്ലോയവുമാണ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പാരൻകൈമ, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂവിലെ പാരൻകൈമ. പാരൻകൈമ എന്ന് പറയുന്ന ടിഷ്യൂവിൽ അടങ്ങിയിരിക്കുന്ന സെല്ലുകളുടെ പ്രത്യേകത ജനറലി അവരുടെ ഷേപ്പ് ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ്ഡ് സെല്ലുകളായിരിക്കും. റൗണ്ട് ഓർ ഓവൽ ഷേപ്പ്ഡ് സെല്ലുകളാണ് സാധാരണ കാണാൻ പറ്റുക. കുറച്ച് ലൂസ്ലി ആയിട്ടായിരിക്കും ഒരു പാക്ക് ചെയ്തിട്ടുണ്ടാവുക. കുറേ സ്പേസസും കാര്യങ്ങളെല്ലാം ഇടയിൽ കാണാൻ പറ്റും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സെൽവാൾ വളരെ തിന്നാണ്, വളരെ നേർത്ത സെൽവാളാണ് കാണാം. ഇതിനകത്തുള്ള സൈറ്റോപ്ലാസം ഡെൻസ് ആണ്, നല്ല ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ടെങ്കിലും ചെറിയ ന്യൂക്ലിയസ് ആണ് കാണുന്നത്. ഡെൻസ് ആൻഡ് ലിവിങ് പ്രോട്ടോപ്ലാസം, ദെൻ ലാർജർ ഇന്റർസെല്ലുലാർ സ്പേസ്. ഈ സെല്ലുകൾക്കിടയിലുള്ള സ്പേസ് അതാണ് ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയാം. ഇത് കുറച്ച് ലൂസ്ലി ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ലാർജർ ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടാവും തീർച്ചയായിട്ടും. മനസ്സിലായല്ലോ, കുറച്ച് ലൂസ്ലി ആയിട്ടാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനിടയിൽ സ്പേസസ് കാണാൻ പറ്റും. ഇനി ഇത് ചെടികളുടെ ഏകദേശം എല്ലാ ഭാഗത്തും കാണാം. ലീഫിലും കാണാം, സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുത്താലും കാണാൻ പറ്റും, റൂട്ടിലും എന്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ജനറലൈസ് ചെയ്ത് പറയാം, പ്രസൻറ്റ് ത്രൂ ഔട്ട് ദ പ്ലാന്റ് എന്ന് പറയാം. ദെൻ ഇതിൻ്റെ ഫങ്ഷൻസിലേക്ക് വരുമ്പോൾ സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ചില വസ്തുക്കളെ സ്റ്റോർ ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഇനി ഈ പാരൻകൈമ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഒന്നാമത്തെ ടൈപ്പാണ് ക്ലോറൻകൈമ, ദെൻ എയ്റൻകൈമ, പിന്നെ വേറെയുണ്ട് പ്രോസൻകൈമ, അങ്ങനെ വേറെയുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ പഠിക്കാം, ക്ലോറൻകൈമ ആൻഡ് എയ്റൻകൈമ. ക്ലോറൻകൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻകൈമയിൽ ക്ലോറോഫിൽ ഉണ്ടാവും, അത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവുന്ന സാരം. അപ്പോൾ ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ അത് ഫോട്ടോസിന്തസിസ് അണ്ടർഗോ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ക്ലോറൻകൈമ. ഓവൽ റൗണ്ട് ഷേപ്പ്ഡ് സെൽസ് തന്നെയാണ്, തിന്ന് സെൽവാൾ തന്നെയാണ്, അതൊക്കെ പാരൻകൈമയുടെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. പക്ഷെ ഇതാണ് അബണ്ടന്റ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ധാരാളമായിട്ട് കാണുന്നു, അതുകൊണ്ട് തന്നെ പെർഫോംസ് ഫോട്ടോസിന്തസിസ്. ഇതിന് ഫുഡ് സ്വന്തമായി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ് വഴി ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ഇനി എയ്റൻകൈമയിലേക്ക് വരുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പാരൻകൈമ സെല്ലുകളുടെ അകത്ത് ഒരുപാട് എയർ കാവിറ്റീസ് കാണാൻ പറ്റും. എയർ കാവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് അക്വാട്ടിക് പ്ലാന്റ്സിലാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അക്വാട്ടിക് പ്ലാന്റ്സിൽ ഈ ജലത്തിൻ്റെ മുകളിലേക്ക് ഫ്ലോട്ട് ചെയ്യാൻ ഒരു ബൊയൻസി, ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് ലഭിക്കുന്നു ഈ അക്വാട്ടിക് പ്ലാന്റ്സിന്. സോ ഇതിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് പാരൻകൈമ സെൽസ് ആണല്ലോ, അപ്പോൾ റൗണ്ട് ആൻഡ് അല്ലെങ്കിൽ റൗണ്ട് ഓർ ഓവൽ ഷേപ്പ്ഡ് സെൽസ് തന്നെയാണ്, തിൻ സെൽ വാൾ തന്നെയാണ്. അതുപോലെ തന്നെ ഡെൻസ് ബട്ട് സ്മോൾ ന്യൂക്ലിയസ്, കണ്ടെയ്ൻസ് ലാർജ് എയർ കാവിറ്റീസ്, ഹെൽപ്പ് അക്വാട്ടിക് പ്ലാന്റ്സ് ടു കീപ് ദം ഫ്ലോട്ട്. അപ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സ് ജലത്തിൽ ഒഴുകി നടക്കുന്നതിന് വേണ്ടി, മുങ്ങിപ്പോകാതെ ഒഴുകി നടക്കുന്ന ആ ഒരു ബൊയൻസി, ആ ഒരു ബൊയൻ്റ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ എയ്റൻകൈമ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം എയ്റൻകൈമയിൽ എന്തുണ്ട്, ആ എയർ കാവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സാധ്യമാകുന്നത്. ദെൻ കോളൻകൈമ, ദ നെക്സ്റ്റ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ. കോളൻകൈമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത കോർണേഴ്സിൽ തിക്കനിങ് കൂടുതലായിരിക്കും. കോർണേഴ്സിൽ തിക്കനിങ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗം. ഇതിൻ്റെ പ്രത്യേകത ഇത് ലിവിങ് ആണ്, ലോങ് സെൽസ് ആണ്, നീളത്തിലാണ്. ഇതിപ്പോൾ നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്തതല്ലേ, നോക്കുമ്പോൾ നല്ല നീളം ഉണ്ടാവും. തിക്ക് സെൽവാളാണ്. ഇറഗുലർ തിക്കനിങ് ഇൻ ദ സെൽവാൾ, ഇറഗുലർ തിക്കനിങ് ഇൻ ദ സെൻസ് ഈ കോർണേഴ്സിൽ തിക്കനിങ് കൂടുതൽ, ഈ ഭാഗത്തും തിക്കനിങ് കുറവ്, വീണ്ടും കോർണറിൽ തിക്കനിങ് കൂടുതലാണ്. അതാണ് ഇറഗുലർ തിക്നെസ് എന്ന് പറയുന്നത്. ഇത് അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഇന്റർസെല്ലുലാർ സ്പേസ് കുറയും. നേരത്തെ പാരൻകൈമയുടെ കേസിൽ സെല്ലുകൾ കുറച്ച് ലൂസ്ലി ആയതുകൊണ്ട് തന്നെ ഇന്റർസെല്ലുലാർ സ്പേസ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ കോളൻകൈമയിലേക്ക് വരുമ്പോൾ തിക്കനിങ് കൂടി അല്ലേ, നമ്മുടെ സെൽവാളിൻ്റെ തിക്കനിങ് കൂടിയത് കൊണ്ട് തന്നെ ഇവിടെ ഇന്റർസെല്ലുലാർ സ്പേസ് വളരെ വളരെ കുറവാണ്. എവിടെയാണ് ഇത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലൈംബേഴ്സിലാണ് നമുക്ക് കാണാം. ഫ്ലെക്സിബിലിറ്റി
ചെടികൾക്ക് ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൊടുക്കാനും അല്ലേ, നമുക്ക് വഴക്കൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മാവുന്ന മാങ്ങ പറിക്കുമ്പോൾ നമ്മൾ ചെടികൾ ഇങ്ങനെ പിടിച്ച് താക്കും, ബെൻഡ് ചെയ്യും. അപ്പോൾ ബെൻഡ് ചെയ്ത് ബ്രേക്ക് ആവില്ല. അപ്പോൾ അതാണ് ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. ആ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്ത് സഹായിക്കുന്നത് കോളൻ ഗെയിമിയാണ്. അതാണ് ഇവിടെ പറയുന്നത് പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ടു ടെൻഡ്രിൽസ്. ഇതാണ് ടെൻഡ്രിൽ. അപ്പോൾ ടെൻഡ്രിൽസിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക, മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് ആരുടെ റോള്? ഈ പറഞ്ഞിരിക്കുന്ന കോളൻ ഗെയിമയുടെ റോള്. ഇനി നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ് സ്ക്ലീറൻ ഗെയിമ. സ്ക്ലീറൻ ഗെയിമ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാരൻ ഗെയിമ പോലെ കോളൻ ഗെയിമ പോലെ അല്ല. സ്ക്ലീറൻ ഗെയിമ ഇവരുടെ പ്രത്യേകത ഇവര് ഡെഡ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഡെഡ് സെല്ല് എന്ന് പറയാൻ കാരണം ഇത് പിന്നെ ഒരുപാട് സെക്രീഷൻസ്, ലിഗ്നിൻ പോലുള്ള സെക്രീഷൻസ് അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. വളരെ കട്ടിയുള്ള ഭാഗം തന്നെയായിരിക്കും. തിക്ക് ലിഗ്നിഫൈഡ് സെൽവാൾ, വളരെ കട്ടിയുള്ള തിക്ക് സെൽവാളാണ്. അതും ലിഗ്നിൻ ഡിപ്പോസിറ്റ് ഉള്ള സെൽവാളാണ് അവിടെ കാണുന്നത്. ഇതിന്റെ ലൂമൻ വളരെ നേരെ വരിക. ആ സെല്ല് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെൽവാളൊക്കെ നല്ല തിക്കുണ്ടാവും. സെൽവാളൊക്കെ നല്ല തിക്കുണ്ടാവും. കാരണം ഈ പറഞ്ഞ ലിഗ്നിൻ ഡിപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സെൽവാളൊക്കെ നല്ല തിക്കുണ്ടാവും. ലൂമൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സ്പേസിലാണ് ലൂമൻ എന്ന് പറയാം. ആ ലൂമൻ വളരെ ചെറുതായിരിക്കും. ഓക്കെ, ഇനി ലൊക്കേഷൻ എവിടെയാണ് കാണാൻ പറ്റുക? പ്രസന്റ് ഇൻ ഹാർഡ് കോട്ട് ഓഫ് സീഡ്. വിത്തിന്റെ ഏറ്റവും പുറത്തുള്ള കട്ടിയുള്ള പുറംപാളി, അതാണ് സീഡ് കോട്ട്. അത് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്ലീറൻ ഗെയിമ കൊണ്ടാണ്. അതുപോലെ തന്നെ വാസ്കുലാർ ബണ്ടിൽസ് ആയ സൈലത്തിലും ഫ്ലോയത്തിലും ഒക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്ക്ലീറൻ ഗെയിമ സെൽസിനെ കാണാൻ പറ്റും. ഇതിന്റെ ഫങ്ഷൻ, ഇത് ഡെഡ് സെല്ലായത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. മേക്സ് ദ സീഡ് കോട്ട് ഹാർഡ്, അല്ലേ? ആ വിത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഉണ്ടല്ലോ, അത് വളരെ കട്ടി കൂടിയതാണ്, അല്ലേ? ആ കട്ടി കൂടാൻ കാരണം തന്നെ സ്ക്ലീറൻ ഗെയിമയാണ്. അതുപോലെ തന്നെ വുഡി അപ്പിയറൻസ്, ഒരു മരത്തിന്റെ ആ അപ്പിയറൻസ്, മരക്കഷ്ട മരം സ്റ്റെമ്മൊക്കെ നോക്കിയാൽ നല്ല മരമില്ലേ, വുഡി സ്റ്റംസ്. അപ്പോൾ ആ ഒരു വുഡി അപ്പിയറൻസ് കൊടുക്കാനും സ്ക്ലീറൻ ഗെയിമ തന്നെ സഹായിക്കുന്നു. അതുവഴി പ്ലാന്റ്സിന് മെക്കാനിക്കൽ സ്ട്രെങ്ത്തും സപ്പോർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ പറഞ്ഞു കഴിഞ്ഞു. ഇനി കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണ് പറയാനുള്ളത്. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം ഒരുപാട് ടൈപ്പ് സെല്ലുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ അല്ലേ? അപ്പൊ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവിൽ വരുന്ന ആൾക്കാരാണ് സൈലവും ഫ്ലോയവും. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ ഒരുപാട് ടൈപ്പ് സെല്ലുകൾ ഉണ്ട്. നിങ്ങൾക്ക് കാണാം സൈലത്തിൽ തന്നെ ട്രക്കീഡും വെസലും പാരൻഗൈമിയും ഫൈബറും ഇതുപോലുള്ള ഒരുപാട് എലിമെന്റുകൾ കൂടി ചേർന്നാണ് സൈലം എന്ന വാസ്കുലർ ബണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ സൈലം പാരൻഗൈമ മാത്രമാണ് ലിവിങ്. ഇദ്ദേഹം മാത്രമേ ലിവിങ് ഉള്ളൂ, ബാക്കിയെല്ലാം ഡെഡ് ആണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം ഡെഡ് ആണ്. സൈലം പാരൻഗൈമയാണ് ലിവിങ്. ഇത് സെന്റർ ഓഫ് വാസ്കുലർ ബണ്ടിൽ. ആ വാസ്കുലർ ബണ്ടിൽ നടുക്കായിട്ട് കാണും. ഇതിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം, വാട്ടർ മിനറൽസിനെ, അല്ലെ, ജലത്തെയും അതുപോലെ തന്നെ മിനറൽസിനെയും വേരിൽ നിന്ന് നേരെ നമ്മുടെ ചെടിയുടെ മുകളിലേക്ക് എത്തിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ റോള്. അങ്ങനെ ഫ്ലോയത്തിലേക്ക് വരുമ്പോൾ അതും കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണ്. കാരണം അതിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ട്, ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. സീവ് ട്യൂബ്, കമ്പാനിയൻ സെല്ല്, പാരൻഗൈമ, ഫൈബർ. ഇതിൽ ഫൈബർ ആണ് ഡെഡ്, ബാക്കിയെല്ലാം ലിവിങ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇത് വാസ്കുലർ ബണ്ടിലിന്റെ പുറത്തേക്കായി, പുറം ഭാഗമായിട്ട് കാണും. അടുക്കേക്ക് വരുമ്പോൾ സൈലവും ചുറ്റിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? ഫ്ലോയവുമായിരിക്കും. അപ്പൊ ഇതിന്റെ റോൾ എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞു. ഇത് ഫോട്ടോസിന്തസിന് ശേഷം ചെടികൾ ഭക്ഷണം ഉണ്ടാക്കും. ആ ഭക്ഷണത്തെ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചെടികൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഫോട്ടോസിന്തസിന് ശേഷം ഉണ്ടാകുന്ന ഫുഡിനെ ചെടികളുടെ പല ഭാഗങ്ങളിലായി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന കുഴൽ സംവിധാനത്തെ നമ്മൾ ഫ്ലോയം എന്നാണ് പറയുക. അതും കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണ്. സോ ഇന്ന് നമ്മൾ ഇത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്ലാന്റ് ടിഷ്യൂ എന്ന് പറയുന്ന ഏരിയയാണ് നമ്മൾ ഈ ഒരു 25 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു അവസരത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.